ശ്രമിക്കുക എന്നുള്ളത് നമ്മൾ വേണം. നമ്മളുടെ ഭാഗത്തു നിന്ന് ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ അതിന് വെള്ളം ഒഴിക്കണം. അതുപോലെ തന്നെ സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നിന്ന് അതിനെ നടണം, അതിനിടയ്ക്ക് ചെന്ന് പരിപാലിക്കണം. ഇതൊക്കെ ആവശ്യമാണ്. പക്ഷെ ആ ചെടിയുടെ വളർച്ച ഈ ഒരൊറ്റ പരിപാലനം കൊണ്ട് മാത്രമായില്ല. അതിൻ്റെ വിത്തിൻ്റെ ഉള്ളിലായിരിക്കുമ്പോൾ തന്നെ ആ ചെടി എന്താണ്, അതെത്ര ഉയരം വയ്ക്കും, അതിൽ നിന്ന് എന്ത് ഫലം ഉണ്ടാകും, ഇതെല്ലാം വിത്തിൽ തന്നെ ഉണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ഓരോ മാതാപിതാക്കളും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ കുട്ടി എന്താകും, അല്ലെങ്കിൽ നമ്മുടെ കുട്ടി എത്ര വിദ്യാഭ്യാസം ചെയ്യും, അവൻ്റെ ബുദ്ധി സാമർഥ്യങ്ങൾ എന്തോരമുണ്ട്, അവൻ ഏത് ലെവലിലാണ് ഷൈൻ ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വെറുതെ ആദ്യ പിടിച്ച് ഫസ്റ്റ് 3-3.5 വയസ്സ് അല്ലെങ്കിൽ 4 വയസ്സാകുമ്പോഴേ നമ്മൾ ക്ലാസ്സിൽ കൊണ്ട് ചേർക്കുന്നു. പിന്നീട് തുടങ്ങി റൈംസ് ഒക്കെ പഠിപ്പിച്ചു, ABC എഴുതാൻ വൈകുന്നു, മടി കാണിക്കുന്നു, അപ്പോഴേ ആദ്യം തുടങ്ങി. അപ്പം അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, തീർച്ചയായിട്ടും നിങ്ങൾ കുട്ടിയുടെ ചിലർ പറയും 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 വരെ നന്നായി പഠിച്ചു, പിന്നീട് ഹയർ ലെവലിലോട്ട് പോയപ്പോൾ എല്ലാം ഡിമ്മായി പോയി എന്ന് പറയും. അപ്പോൾ ചില മാതാപിതാക്കൾ പറയുന്നുണ്ട് നന്നായി പഠിച്ചിട്ടില്ല, ആദ്യ പ്രാരംഭം മോശമായിരുന്നു, പക്ഷെ പിന്നീട് അവന് മനസ്സിലായി കാര്യങ്ങൾ, അവൻ പിന്നീട് നന്നായി പഠിച്ചു, നല്ലൊരു ലെവലിലോട്ട് എത്തി എന്നും പറയും. അപ്പം ഇതിനെല്ലാത്തിനും ബേസ് ആ വ്യക്തിയുടെ ഗ്രഹനിലയാണ്.